അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചങ്കളുടെ വീട്ടിൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറി. ഒരാഴ്ച മൊത്തം കോസം ഇറങ്ങി വട്ട് പിടിച്ച് ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് നമ്മുടെ കമ്പനിക്കാരൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങും, നേരെ കറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ എവറിത്തിങ് മൈ ബ്രദേഴ്സ്. യോ ഗായ്സ്, മച്ചാനെ ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ കൊമ്മിനോക്ക് പോണേണ് ഗായ്സ്. നമ്മുടെ ചങ്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. യോ ലവ്ലി, യോ ഹൗ ആർ യു ഡിയർ? സോ നമ്മൾ കൊമ്മിനോക്ക് പോണേണ്, നമ്മുടെ കമ്പനിക്കാരുടെ വണ്ടിയുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗായ്സ്, വി ഗോ പാർട്ടി ടുഡേ. അപ്പം അങ്ങനെ ഗൈസ് നമ്മളിതാ നേരെ കാറിൽ കയറുന്നു, നൈസ് പാട്ട് വെക്കുന്നു. നമ്മുടെ മച്ചാത്തിക്കാരുടെ കൂടെ ഇതാ ടാക്സിയിൽ ഫുൾ പവറിൽ മ്യൂസിക് ഒക്കെ വെച്ച് ഒരു പ്രീ പാർട്ടി അടിക്കാൻ വേണ്ടി. വി ഗോണ മേക്ക് എ പ്രീ പാർട്ടി ടുഡേ. ആൻഡ് സോ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക്? Oh, wow. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സ്ഥലത്തെത്തിക്കുന്നു, ഫെറിയുടെ സ്പോട്ടെത്തി. സോ അതുണ്ടോ അപ്പുറം കാണുന്ന ഐലൻഡ് കണ്ടോ ഗൈസ്, അവിടെയാണ് നമ്മൾ പോകാൻ പോണം. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കായൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി നേരെ അവിടെ പോകുന്നു. ബ്ലൂ ലേഗൂൺ കാണുന്നു, കൊമ്മിനൊക്കെ റൗണ്ട് അടിക്കുന്നു. ലെഫ്റ്റ് ബ്രോ, ലെഫ്റ്റ് ബ്രോ, ലെഫ്റ്റ് ബ്രോ. ഓ ആക്സിഡന്റ് ഗൈസ്, ആക്സിഡന്റ്. ആരും ഇഞ്ചോർഡല്ല ഗൈസ്, അല്ലെങ്കിൽ നമ്മളവിടെ നിർത്തിയിട്ട് പരിചരിച്ചേനെ അല്ലേ ബ്രോ? യെസ്. സോ ഇവിടെ എത്തി, നമ്മളവിടെ പോകുന്നു, കൊമിനോ കറങ്ങുന്നു, ബ്ലൂ ലോഗും പിടിക്കുന്നു, അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സ്പോട്ടും പറ്റിയ ക്യാമ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പം എല്ലാം കാണിച്ചിരുന്നു. ഓക്കെ, ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. ഞങ്ങളിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് സംഭവം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നിറച്ചു കഴിഞ്ഞു ഗൈസ്. ഓൾ താങ്ക്സ് ടു ദീസ് ലേഡീസ്. അവിടെ പോകണം. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം റെഡി ആക്കിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കാനാണ്. സേ ഹായ് മൈ ഡിയേഴ്സ്. കൊഞ്ചം പേടിച്ചിരിക്കണേ, കാരണം ഒഴുക്കുണ്ട്, തിരകളുണ്ട്. സോ വി ഗോണ ഡു ഇറ്റ്. ഹലോ. Really, I don't know. You have to keep down, like either here or over here. So it's streamlined. Ah, so okay, we won't okay. fall. Slowly. You put your... Saca sus patas, marica. Slowly. No, because I have my crocs there. So I told you, you people are okay. Because because if we fall down, relax and we slowly get in, okay? Okay. I am relaxed. Yeah. കൊച്ചുങ്ങള് നൈസ്
പേടിച്ചു. പക്ഷേ 3% ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. I hope there is no boats coming. കാരണം ബോട്ട് വന്ന് നമുക്ക് ഉറപ്പായിട്ട് വീഴും. If a big boat comes and makes a big wave, we're gonna fall down. Sure. No, fall down no. I'll try my best. Sure no. Okay. What? ഞങ്ങൾ കഷ്ടപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് guys. How are you feeling, my dears? Relax. Relax, yeah. Because I'm gonna take care of them and they're gonna take care of me. And she's praying, you can see that. From the shore. ¿Qué sirvió para? Una piña colada. Dime. Sirvió para una piña colada. Sing a song, guys. Okay, I'm gonna sing a song. Ah, you know. Look at us. കടലിനക്കരെ പോണോരെ കാണാ കുഞ്ചിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ ചാള കൊണ്ടുവരും അറിയാതെ നിലവറിയും ഒരു കനവിലായി നിന്നുകം മനമറിയാതെ നിഴലുകളിൽ ഇരവിളിക്കുയിലും നീ വരും ഉപരിയിലാദ്യമായി ഓടുവാൻ പോരുമോ Now it's Kaira. No. Oh, yeah. Okay, കൊച്ചിനെ നാണമാണ് guys. So I know. നമ്മുടെ അടുത്ത കൂട്ടുകാരി. Okay. Yeah, she's gonna be. But really, I sing very bad. Oh, we would love it. My viewers gonna love you. Goodbye, my lover. Goodbye, my friend. You have been the one. You have been the one for me. Goodbye, my lover. Goodbye, my friend. You have been the one. You have been the one for me. Hey, my lover. Hey, my friend. No more. Goodbye to a new day. Oh. Vamos a llegar. I think yes. So, ഞാൻ ഒറ്റയ്ക്ക് പെഡൽ ചെയ്യണം guys. Big waves, two beautiful women, and me alone in the dark sea. കടലിൽ നമ്മൾ dangerous sea in a small kayak. Really, small, really small kayak. Yeah. Really small kayak. വളരെ കുഞ്ഞി kayak guys. പക്ഷെ കുട്ടികളൊക്കെ റിലാക്സ്ഡ് ആണ് കാരണം അവർ എൻ്റെ കൂടെയാണ്.
hablar inglés. Wait. A big wave and Big wave, yeah. maybe Yes. we fall. Yes, for sure we fall. And then we get up again into the kayak. It's lovely. It's easy, you know. Yes, it's easy. No, I don't know. Really, I I don't teach you, no worries. I take care of you. Don't worry, okay? know. So, if the kayak falling down like this, what person, ¿cómo se dice? ¿Cuál persona se sube primero? Me go first. ¿Cuál persona qué? Se sube primero. Me go first in, and then I take you guys inside. Ah, okay. So you Okay. first. Okay. Don't worry, just stay with me. You're half the way. നമ്മൾ പകുതിയായി ഗൈസ് വഴി. Okay. The wind is from the left side, so there is very high chance we're gonna fall down. You have a friend with this. Yo guys, അപ്പോൾ നമ്മളിവിടെ നടുക്കെത്തിയാണ് കൊമിനോ മാൾട്ടയുടെ. അപ്പോൾ സൈഡിൽ ഒരു ബോട്ട് ഉണ്ട്. I will show you guys. Sorry. Brother, if we fall down, please come to help us, okay? If we fall down, come to. Yeah, come to help us, yeah. Okay guys, we're gonna go again. Guys. Just do listen. Big wave on the guys. അവിടെ എത്തിയിട്ട് വേണം ഇവിടെ കൊണ്ട് തുറപ്പിക്കാൻ. I was saying that when we reach there, you guys have to row, because I would be very tired. അങ്ങനെ ഒരു സുഖിച്ചിപ്പ് കിടക്കല്ലേ ഗൈസ്. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരുന്നതാണ്. Yeah, no, it's very hard. You can. Oh, what a good motivation. Yeah. കൊച്ചിനെയും കൊണ്ട് 2 പ്രാവശ്യം ഒന്ന് റോ ചെയ്ത് നോക്കണേണ്. How is your rowing experience? കൊച്ചിന് വലിയ ഐഡിയ ഇല്ല. ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്ത് എന്നിട്ട് വേണം അടുത്ത റൗണ്ട് അടിക്കാനായിട്ട്. Yeah. 1, 2, 1, 2. Let's go, guys. Let's go, guys. അങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ സിറ്റുവേഷൻ. റോയിങ് ആണ് ഗൈസ്, റോയിങ്. കൈറ തുഴയുകയാണ് ഗൈസ്. How is your rowing experience, Kyra? It's difficult. Yeah. But you're doing good actually. No, it's difficult. Okay. So, and the rest you guys, any time for me to row again? But it's normal because it's a lot of water. It's because it's the waves. Okay, let's go. Okay. Okay guys, good. നമ്മള് പോവാൻ പോവാണ് guys. വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല ഗൈസ്. ടയർഡായി. ഇപ്പൊ ആ പെണ്ണ് ചെയ്തോണ്ടിരിക്കുക.
കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും തൊഴിൽ. ഓൾമോസ്റ്റ് എത്തി കേട്ടോ. We are closer. Look back. Hello. Fast. Down, or we fall. Ferry കണ്ടോ ഗൈസ്? അതാണ് വലേറ്റ ടു ഗോ സോ ഫാസ്റ്റ് ഫെറി ആണ് ഗൈസ്. സോ ഞങ്ങൾ പിന്നെയും തുഴയുകയാണ് ഗൈസ്. ഫെറി ഞങ്ങൾ ഇടിച്ചു വീഴ്ത്തില്ല ഭാഗ്യം. എത്താറായി ഗൈസ്. We are almost there. You see that yellow? ഇവിടെ സൈഡിൽ കണ്ടോ ഒരു ബോട്ടൊക്കെ പോണ്. കയറ് തുഴയാൻ നോക്കുന്നുണ്ട്. സോ ബാക്കി അവിടെ എത്തിയിട്ട് ഗൈസ്. അവിടെ എത്തിയിട്ട് അവള് വെള്ളത്തിൽ ചാടിയിട്ട് ബാക്കി അവള് നീന്തിക്കോളാന്ന് പറഞ്ഞു ഗൈസ്. പോണ്. Yeah, easier. Is good. But the what did you say? Waves is hard. Oh yeah, that's right. But She's going to the shore. ചാടി ഗൈസ്. കാരണം ബോട്ട് നീങ്ങാനുള്ള 3 പേരായിട്ട് അവരവിടെ ഉണ്ട് നീന്തി പോകുന്നുണ്ട്. Finally, after so much struggling, and I'm so tired, we are here. ഇവിടെ എല്ലാവരും Yay! കയറാൻ നോക്കാം. അടുത്തു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കി കിടക്കാം ഞങ്ങള്. അവിടെ വരെ കയറി. ഞാൻ ഈ വണ്ടി ബോട്ട് എവിടെയെങ്കിലും കയറ്റിയിടണം. അപ്പം അതിനുവേണ്ടി നോക്കുക. അപ്പം ഫൈനലി എന്തോരം നേരെ തുഴഞ്ഞെന്നറിയോ. സിമ്പിളായിട്ട് എത്തുമെന്നായിരുന്നു വിചാരിച്ച്. ബട്ട് ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. മൊത്തം ഒറ്റക്ക് തുഴയേണ്ടി വന്നു ഗൈസ്. ഇതാണ് സ്പോട്ട്. കോമിനോന്റെ ഏതോ ഒരു മൂലയിൽ ഇഷ്ടമുള്ളിടത്തോട്ട് എത്തിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ അമ്മ ഇത് തന്നെ ഒരു കണക്കിന് എത്തിച്ച. ഞാൻ ഒറ്റക്കായിരുന്നേ. 3 പേരുടെ വെയിറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് ഫൈനലി വി മേഡ് ഇറ്റ്. ഞങ്ങളിതാ കരയിലാണ്. കണ്ടോ? Right guys, bad news, very bad news guys. I lost my phone. We lost our phones all to the water. വെള്ളത്തിലെല്ലാം വീണ് എല്ലാം നശിഞ്ഞു പോയി. ബോട്ട് അവിടെ ഇരിപ്പുണ്ട്, പെമ്പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ചത്ത് അനങ്ങണം കൂടിയില്ല. ഇതുണ്ടോ? കുലിങ്ങണം കൂടിയില്ല. ഇനി തൊട്ടിക്കളയാ. ഇതും ചത്ത്, ഇതും ചത്ത്, ഇതും ചത്തു. പിന്നെ നമ്മുടെ കൂട്ടുകാരത്തിടെ ഫോൺ എവിടെ? ഫോൺ ഇത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. എന്തൊക്കെ ചെയ്തിട്ടും നോട്ട് വർക്കിംഗ്. ഇവളുടെ ഫോണാണ്. വെരി ബാഡ് ന്യൂസ്. അവൾക്ക് മാത്രം കുഴപ്പമില്ല. കൈറയുടെ ഫോണിന് കുഴപ്പമൊന്നുമില്ല. Thank God, at least we have ഒരു ഫോണെങ്കിലും to
to contact our friends, our amigos. So അതാണ് അവസ്ഥ ഗൈസ്. ഇവിടെ ഇങ്ങനെ പ്രായം പിടിച്ചോണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഏകദേശം മൂഞ്ചിയെങ്കിലും ഞങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെടുത്ത് അവൾ കയാക്കിലൊക്കെ കയറി അവൾ വേറെ എന്തൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ട്, മിക്കവാറും ഞങ്ങൾ ഇന്ന് അവിടെ ആയിരിക്കും കിടക്കണം, അറിയില്ല എന്താ പ്ലാനെന്ന്. റിലാക്സ്ഡ് ആയിട്ട് നിൽക്കണം. ഫോൺ എല്ലാവരുടെയും പോയി, എൻ്റെ ഫുൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഡിസ്ട്രോയിഡായി. എനിക്ക് ക്യാമറയുടെ ചാർജ് പോകാൻ നോക്കട്ടെ, ഞാൻ കുറച്ച് വീഡിയോ എടുക്കുള്ളൂ. എല്ലാവരും കുറേ നേരം വെള്ളത്തിലേക്ക് പിടിച്ചിട്ട് ഇപ്പോൾ കരക്കടിയാനുള്ള ശ്രമത്തിലാണ്. അവിടെ ഒരാൾ മുങ്ങി തപ്പുന്നുണ്ട്, മറ്റൊരാളവിടെ കുരിശ് വരച്ച പോലെ കിടപ്പുണ്ട്. കറക്റ്റൊരു ശവശരീരം കിടക്കുന്ന പോലെ അല്ലോ ഗൈസ്. ഇതൊരു സാധനം താഴെ കട്ട് നോക്കട്ടെ, എന്നിട്ടാ നോക്കാം. നമ്മൾ ഫുൾ പാക്ക് ചെയ്തത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. കാരണം ഇവിടെ ഇരുട്ടായി തുടങ്ങി. ഇറ്റ്സ് നിയറിങ് ദ സൺസെറ്റ്, സോ ഇറ്റ്സ് ടൈം ടു ഗോ ടു ദ ബ്ലൂ ലഗൂൺ. അങ്ങനെ ഞങ്ങൾ യാത്രയായി ഗൈസ്. ഇപ്പോൾ ബ്ലൂ ലഗൂണിൻ്റെ അങ്ങോട്ട് ഓൺ ദ വേ ആണ്. ഇതേ കൈറ, ഇതേ മറ്റേ കുട്ടി നിക്കോൾ ആൻഡ് കൈറ. ഞങ്ങളിവിടെ ബ്ലൂ ലഗൂണിൻ്റെ സ്ട്രേറ്റ് പോവാണ് ഗൈസ്. ഒടുക്കത്തെ വെയിറ്റാണ് ബാഗ്, പക്ഷേ ഇറ്റ്സ് ഓൾറൈറ്റ്. ഞങ്ങളവിടെ പോയിട്ട് ഒരു യോഗ ചെയ്യുന്നതാണ് ഗൈസ്. സൺസെറ്റ് നോക്കി വി ലുക്ക് അറ്റ് ദ സൺ ആൻഡ് ഡു സം നൈസ് യോഗ. യാ, എല്ലാവരും ടയർഡാണ് ഗൈസ്, അതാണ് ഒരു എനർജി ഇല്ലാത്തത്. ഡോണ്ട് വറി. ഏതൊരു സാധനം മുള്ളാണോ? അല്ല, മുള്ളല്ല. നമ്മൾ ശരിക്കും
നമ്മൾ എർത്തിനെ ടച്ച് ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. ഇലക്ട്രോലൈറ്റ്സ് എനർജി പാസേജ് ഉണ്ട് ശരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ പെയർ ഫീറ്റ് ഇങ്ങനെ നടക്കുക, എപ്പോഴും ചെരുപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു നോ. ഇറ്റ്സ് ലൈക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ഫീറ്റ്. ഇത് കണ്ടോ, ഒരു പുതിയ സാധനം ഞാൻ കണ്ടുപിടിച്ച്. ഒരു കൈരയുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. ക്യാൻ യു ഷോ മീ ഡിയർ? ഇതുണ്ടോ, ചീപ്പുണ്ട്, കണ്ണാടി ഉണ്ട്, എന്നാൽ ചെറുതുമാണ്. Where did you buy this from? I don't remember. Maybe in Colombia. കൊളംബിയ. Someplace in Colombia. നമുക്ക് ഓൺലൈൻ നോക്കാം. ഓക്കെ ഗൈസ്, പോണ കണ്ടോ ഗൈസ്, നമ്മുടെ ഗ്രോസർ ചാനൽ വിത്ത് ദ ഫാസ്റ്റ് ഫെറി ഓൺ ദ ബാക്ക് സൈഡ്. നമ്മുടെ പ്രിയപ്പെട്ടവളായിട്ടുള്ള നിക്കോള് ഭയങ്കര വിഷമിച്ചിരിക്കുന്നതാണ്. സാഡാണ് ഗൈസ്. ഞാൻ നമ്മളുടെ നിക്കോളിന് വേണ്ടി, അവർ നിക്കോളിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു ഗൈസ്. ടു മേക്ക് ഹർ ഹാപ്പി, ടു മേക്ക് ഹർ സ്മൈൽ അഗൈൻ. ലെറ്റ്സ് ഗോ. ഏത് പാട്ട് പാടും ഗൈസ്? Here's a little song I wrote. You might want to think it note for note. Don't worry, be happy. Woo! It happens hard to let you trouble, but when you love it, you make it double. Don't worry, be happy. ഒരാളെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കാര്യമാണ്. Now I'm going to sing for you a very love song. Ed Sheeran. Okay. Perfect. Oh, look at the weight, guys. So Nicole, beautiful and sweet. I never knew you were so waiting for me. We were just kids on the side in love, not knowing what it was. Hallelujah. Very tough, guys. Salt ഉള്ള ഉള്ളി കയറി കൊണ്ട് വയ്യ ഗൈസ്. പക്ഷേ it's like I love to make people happy. When they travel with me, even the saddest person become very happy. Woo! അതാണ് guys ഞാൻ. I do it for you. I love to. How old are you? How do you think? I don't know. Maybe 20.
9? No, number 27. Close. Close. So Oh my God. guys, ഇത് പഴയൊരു സ്കൂളാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തല്ലേ അടിപൊളി ബിൽഡിംഗ്. ഇവിടെ വന്ന് we could actually come and live here. There's a lot of buildings. One day guys, one day നമ്മൾ ഇവിടെ വരുന്നതാ ഗൈസ്. Oh my God, do you want to live here? വിശക്കുന്ന ഗൈസ് ആകെ. അപ്പോൾ ഈ പ്രിക്കി പിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വാട്ടർമെലൻ്റെ ടേസ്റ്റ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് യാ. എങ്ങനെയുണ്ട്? ഹൗ ഈസ് ഇറ്റ്? യു ലവ് ഇറ്റ്? അതാണ് ഭയങ്കര ടേസ്റ്റാണ് പ്രിക്കി പിയർ. അതാണ് സാധനം. കൊമിനോയിലുണ്ടോ എഡ്യൂക്കേഷൻ ഐസൊലേഷൻ ഹോസ്പിറ്റൽ കൊമിനോസ് പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ് ശരിക്കും ഉണ്ടാക്കിയേക്കണത് ഈ ഐസൊലേഷൻ വാർഡ് പോലെയാണ്. എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിലും അതുപോലെയുള്ള മാരക ഡിസീസുകളൊക്കെ വന്ന ടൈമിൽ ഐസൊലേഷൻ വാർഡ് പോലെയാണ് ഈ ബിൽഡിങ്സൊക്കെ ശരിക്കും ഉണ്ടാക്കിയിട്ടേക്കാം. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഈ ഐലൻഡ് തന്നെ ഒരു ഐസൊലേറ്റഡ് ഐലൻഡാണ് മൊത്തം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വിശക്കുന്ന് ഒരെണ്ണം വെച്ച് പോരാ, ഭയങ്കര ഇഷ്ടമായി അതുങ്ങൾ. അപ്പോൾ ഒരു 2-3 കൂടി പറിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കുക. കടയോടെ പറിച്ചേക്കാം, അത് എളുപ്പം. കടയോടെ പറിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഐ ആം സോ സോറി. കൈ മൊത്തം കുത്തിക്കറങ്ങ പണ്ടറങ്ങാനായിട്ട്. അതണ്ട നാലെണ്ണം പറിച്ചിട്ടുണ്ട്. വിശപ്പടങ്ങൂ. ആവും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. It a lot. Maybe like this. Like this, it's gonna be thrown in for you. And okay, this is for Kairos. ഇത് കണ്ട ഗൈസ്, കൈ മൊത്തം കുത്തി ഗൈസ്. വെരി ജ്യൂസി ആൻഡ് വെരി ടേസ്റ്റി പ്രിക്കി പിയേഴ്സ് ഗൈസ്. പറ്റുമെങ്കിൽ നാട്ടിൽ വരുമ്പോൾ വേണ്ടപ്പെട്ടവരികെ കൊണ്ടുവരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നാട്ടിൽ കിട്ടില്ല. Hamburger. Yeah, me too. Hamburger. Do you like hamburger? Without ham, yeah. കണ്ട ഗൈസ്, ഞങ്ങളിങ്ങനെ നടക്കുക ഗൈസ്. Oh my God, look. Wow. Beautiful sunset Yes. and wonderful lady here eating pears. Look back slowly. Slowly. പയ്യെ നോക്കണേണ്. അതുണ്ടോ, സിനിമാറ്റിക് ഷോട്ടാണ് ഗൈസ്, സിനിമാറ്റിക് ഷോട്ട്. And raise your hands slowly. നല്ല കണ്ണുണ്ടോ. നമ്മളൊരു സിനിമാറ്റിക് ഷോട്ട് എടുക്കാൻ പോകുന്നതാണ് കൈറന്ന് വെച്ചൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് വൈബ്. And Kyra, my dear, action. Wait, again. Okay, again guys. Camera rolling. Action. Bravo. ഇവിടെ കൊമ്മിനൂൽ ഒരു വീടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഗാരാജ്. അപ്പച്ചൻ ഇപ്പം ഉണ്ടായിരുന്നു. അപ്പച്ചനോട് ചോദിച്ചപ്പോൾ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവഴി പോകണേ. പറവകൾ പറന്നു പോകുന്നുണ്ടോ ഒരുപാട്. ഈ ക്യാമറ കിട്ടുമെന്നറിയില്ല. പള്ളിയുടെ പുറകിലുള്ള സൺസെറ്റ് ബിഹൈൻഡ് ദ ചർച്ച്. ഇതാണ് ബ്ലൂ ലഗൂണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഗൈസ്. സീനറി ഒക്കെ അവിടെ ഒരു $1 million യാച്ചൊക്കെ കിടപ്പുണ്ട് ഗൈസ്. Wow. They must have been
caves actually there. Should we go in the cave, guys? ഇതാണ് കേട്ടോ ബ്ലൂ ലഗൂൺ എന്ന് പറയണം. ശരിക്കും ഇത് ഫുള്ള് പക്ക നീല കളറായിട്ട് കാണിക്കും, പക്ഷെ ഇതിപ്പോൾ കാണിക്കത്തില്ല. That's so sad. പിന്നെ അവിടെ കേവ് ഉണ്ടോ, ആ കേവിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ശരിക്കും ബോട്ടൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫൈനലി ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന സ്പോട്ടെത്തി. ഇവിടെ അതേ ബോട്ടുണ്ട്, ഒരുപാട് കടകളുണ്ട്, ലൈറ്റ് ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. ഇതുണ്ടോ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ. സീ പെട്ടിക്കടലാ, മിക്കവാറും ഈ ബോട്ടിലായിരിക്കും നമ്മൾ പോണത്. ഓർഡറിയോർ നോക്കട്ടെ. അതാണ് ഗൈസ് ഗോസോ. ശരിക്കും ഇവിടെ ഫുള്ള് നല്ല കട്ട ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇപ്പോഴും, പക്ഷേ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ പക്ക ഈ ബ്ലൂ ലഗൂൺ എന്ന് പേര് വരാൻ തന്നെ കാരണതാ. ഫുൾ ബ്ലൂ, നല്ല തെളിഞ്ഞ വെള്ളം ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ട് കല്ലൊക്കെ അത്രയും തെളിഞ്ഞാണ്. സോ ഹീസ് ഹെൽപ്പിംഗ് മീ. ഇവരെ ഹെൽപ്പ് ചെയ്ത്. വാട്ട്സ് യുവർ നെയിം ബ്രദർ? Roger from Indonesia. Roger, thank you very much. Roger from Indonesia, Bali. Bali, Indonesia, Roger. But he helps us. ഞങ്ങൾ ഫൈനലി ഞങ്ങൾക്കൊരു ഫ്രീ റൈഡ് കിട്ടി ഗൈസ്, നേരെ മെലീഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ, ഞാൻ ആളെ കാണിച്ചു തരാം, നേരത്തെ പരിചയപ്പെടുത്തി തന്നില്ലേ, ആള് ബാലി എന്നുള്ളതാണ്. അപ്പോൾ നൈസാണ്. ഇതാണ് ബോട്ടിൻ്റെ അവസ്ഥ. ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. ഇപ്പുറം പിന്നെ കുട്ടികളായതുകൊണ്ട് അവരെ കാണിക്കാൻ പാടില്ല. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഞങ്ങൾ പോവുകയാണ് ഫ്രം ബ്ലൂ ലഗൂൺ. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുക ഗൈസ്. നമ്മൾ കഴിഞ്ഞ് കരയിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ് ഈ ബോട്ടിൽ. അപ്പോൾ എൻ്റെ രണ്ട് പ്രിയപ്പെട്ട, ഞാൻ ഇനി ഇവരെ മിസ് ചെയ്യും. ഐ എം ഗോണ മിസ് ദീസ് ഗൈസ് ബോത്ത് ഓഫ് ദം. ഇവള് തിരിച്ച് കൊളംബിയയിലോട്ട് പോകണേണ് ഫ്രൈഡേ. ഇവളിവിടെ ഉണ്ടാവും. സോ വി ഗോണ ഗോ. So, sir, what's your name? Jamie, my name is Jamie. So, meet Jamie, guys, and thank you so much because we were in the kayak and it broke down and it was a big trouble. We were just vlogging around, and thank you so much for this ride. And meet Jamie, guys, a lot of kindness from him. Thank you. Also from Roger. Cheers, guys. I'll hopefully meet you guys and See you take care. guys. See you. Whenever you feel, come and we help. Lovely, sir. Thank you very much. Thank you so much. Thank you. Bye bye. So guys, Rory na kitana. Such a cute dog. Okay. Sorry. കൂട്ടുകാരെ ഇത് പൊറോട്ട ആൻഡ് ചിക്കൻ കഴിക്കുന്നു ഗൈസ്. വിശന്നിട്ട് രാവിലെ തൊട്ട് ഒരു കുന്തവും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് പിള്ളേരുടെ മുഖത്തൊന്ന് ചിരി വന്നത്. ശരിക്കും ഇത്രയും നേരം വിശന്ന് വലഞ്ഞ് ഇടങ്ങാറായിട്ടിരിക്കണായിരുന്നു. ഇപ്പൊ ഓക്കെ, they're smiling. It's good. Really like. രഞ്ജിത്തേട്ടൻ സ്പെഷ്യൽ. ഒന്ന വീട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു ഗൈസ്. പെട്ട് ഫോണും പവർ ബാങ്കും ഹെഡ്ഫോൺസും എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു, ലൈറ്റും എല്ലാം പോയി, എല്ലാം തൊലഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് കാണിച്ചെന്നാണല്ലോ. ഫോൺ വിളിച്ച് പറയാൻ പോലും കുഴപ്പമില്ല. അവന്മാർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ട്. ഇത്രയും വെയിറ്റുള്ള ബാഗ് വെച്ച് ഇത്രയും നടന്നത് ഒരു കണക്കിനാ. ഒരു പ്രാവശ്യം ബെല്ലടിച്ച് നോക്കാം, പിന്നെ ഉറക്കം ചിലപ്പോൾ ശോകവും. അയ്യോ ലൈറ്റ് ഉണ്ടാവണേ, ലൈറ്റില്ല. പണ്ടാറ് തുടങ്ങി. ഓ ലൈറ്റ് ഉണ്ട്. അയ്യോ തുറന്നാൽ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ പെട്ട്. കാരണം എൻ്റെ ഒരു സോനം പോലും ഇല്ല, ഒക്കെ ചത്തിരിക്കുക. തുറന്ന് ഗൈസ്, എൻ്റെ പൊന്നെ തുറന്നില്ലായിരുന്നെങ്കിലേ വയ്യ.
ഫോണ് പോയി, വീട് കുറേ സാധനങ്ങൾ പോയി. ആകെ ഇനി ബാക്കിയുള്ള ക്യാമറ. ഇതിനെന്തെങ്കിലും പറ്റിയ പിന്നെ ഒന്നുമില്ല. എൻ്റെ ദൈവമേ, 10 വയസ്സില്ല കയ്യിൽ. ആരോടും പറയണ്ട, എന്താ ലോകമൊത്തറിയാം. എന്നാലും അങ്ങനെ നമ്മൾ പിന്നെയും എയർപോർട്ടിലോട്ട് തന്നെ എത്തിയിരിക്കുന്നു ഗൈസ്. എഡിറ്റ് ചെയ്താണ് നമ്മുടെ താവളം, ട്രാവലേഴ്സിൻ്റെ താവളമാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അങ്ങനെയുള്ള പബ്ലിക് ലോഞ്ചുകൾ. ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് തീർക്കണം. നാളെ വേണ്ടപ്പെട്ട 2 പേര് വരുന്നുണ്ട്, അവരെ പിക്ക് ചെയ്യണം. ഫോൺ എല്ലാം തല്ലി പൊളിഞ്ഞത് ഓർമ്മയില്ലേ ഗൈസ്? അത് റെഡിയാക്കാനുള്ള ഇതിൽ സ്ട്രെസ് അടിച്ച് വട്ട് പിടിച്ചിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ പണ്ട് ഞാൻ കളഞ്ഞു എന്ന് വിചാരിച്ച ഒരു പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പാൻ പോയപ്പോൾ അതിൻ്റെ പൗച്ചിൻ്റെ ഉള്ളിൽ പണ്ട് കളഞ്ഞു എന്ന് വിചാരിച്ച ഒരു 100 സ്വിസ് ഫ്രാങ്ക്, അതായത് സ്വിറ്റ്സർലാൻഡിലെ പൈസ അതിരിപ്പുണ്ടായിരുന്നു. അത് നേരെ സെറ്റ് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു, സംഭവം സെറ്റ് ചെയ്ത് മേടിച്ചു ഗൈസ് ഫൈനലി. ഇപ്പോൾ ഫോണുണ്ട് ഗൈസ്. മച്ചാനെ, ഞാനിപ്പോൾ ഇവിടെ എയർപോർട്ടിലിരിക്കാനാണ് എഡിറ്റിങ് കാര്യങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ഒരു 3 ആഴ്ച മുന്നേ ഈ പരിപാടി തുടങ്ങിയാണ് എയർപോർട്ടിൽ വരില്ല. അതിന് മുന്നേ തന്നെ തുടങ്ങിയ ആക്ച്വലി. വണ്ടി പണിയുണ്ടായിരുന്നപ്പോൾ തൊട്ട് കിടക്കാൻ സ്ഥലമില്ലാത്തതുണ്ട്. അപ്പോൾ പിന്നെ അപ്പം തൊട്ട് ഞാൻ കാണുന്ന ഒരു അമ്മച്ചിമാരുണ്ട്, 2 അമ്മച്ചിമാർ. ഒരു 60 വയസ്സെങ്കിലും ഉണ്ടാവും. 60 വയസ്സുള്ള അമ്മച്ചിയും അതിൻ്റെ അമ്മയും. ഇപ്പോൾ ഒരു 70-75 വയസ്സുള്ള ഒരു അമ്മച്ചി, 2 അങ്ങനെ 75-ഉം ഒരു 60 വയസ്സുള്ള 2 അമ്മച്ചിമാർ. ഇവരിവിടെ ഇരിക്കലാണ്. അപ്പം ഞാൻ വരുമ്പോൾ എല്ലാ ദിവസവും ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ അവരോട് സംസാരിച്ചു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, നമുക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കി വലിയൊരു വിവാദം അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പറയണ അത് സീനാവും, ഇവർക്ക് പേടിയുണ്ട്. ഇവരോട് പറഞ്ഞേക്കണത് അങ്ങനെയാണ്. അപ്പോൾ ഇവരൊരു വീട് 3-3.5 കോടി രൂപ ഒരു വീടൊക്കെ മേടിച്ചിട്ട് അവർക്ക് ഒരു ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടേ, മറ്റേ SCAL എന്ന് പറയുന്ന സാധനം, എനിക്കത് തേച്ച് പറയാൻ പറ്റില്ല. അത് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവരാ പുറത്തിട്ട് എങ്ങനെയാണ് വീട്ടിൽ കയറ്റുന്നത്. ഇവരുടെ കിടപ്പും എല്ലാം ഇവിടെ ഈ വിമാനത്താവളത്തിലാണ്. 75 വയസ്സുള്ള അമ്മച്ചിനെ കണ്ടിട്ട് എനിക്ക് വിഷമം വന്നിട്ട് വയ്യ. കാരണം എന്തൊരു കഷ്ടമാണ് ഈ ഇങ്ങനെ കാണിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ഇത്. എന്താണെന്ന് വെച്ചാൽ കുളിക്കാൻ പോലും ഒരു വാക്കില്ല. ഇവർ മറ്റേ ഹോട്ടലിൽ നോക്കി, പക്ഷേ വലിയ പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൈസ മൊത്തം തീർന്നു. എന്നിട്ടിപ്പോൾ 10,000 ഭക്ഷണം കഴിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ സെറ്റാക്കണേ. അപ്പോൾ ഒന്നുമില്ല, പൈസയൊക്കെ തീർന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. എന്ത് കഷ്ടമുള്ള ഇവിടെ എല്ലാം ഭയങ്കര പയ്യെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ആൾക്കാരായിട്ട് ബുദ്ധിമുട്ടിക്കണേ മാൾട്ടയിൽ. എൻ്റെ തന്നെ കേസ് ഉണ്ടല്ലേ, ആ കാർഡില്ലാത്തതുകൊണ്ട് 1.5 വർഷമായി എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയറാണ്. ജോലി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 5 ജോലി മാറി ഈ 2.5 വർഷത്തിനുള്ളിൽ. പക്ഷേ ലീഗലി 1 വർഷത്തിൽ 3 ജോലി മാറാം. അപ്പോൾ എൻ്റെ സൈഡ് ക്ലിയറാണ്. എൻ്റെ ടാക്സും ക്ലിയറാണ്. ഏതോ ഒരു കമ്പനി ഏതോ ഉടായ്പ കാണിച്ചതിൻ്റെ പേരിൽ എന്നെയാണ് അവർ പണിഷ് ചെയ്യണം ഈ ഇവിടുത്തെ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇവിടെ എക്കത്തിനിട്ട് ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ ഒരു മയൂല കേട്ടോ. ഈ പ്രായമുള്ളവരെയും എന്തിന് യൂറോപ്പിലുള്ളവരെയും വരെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തിന് ഇവിടെ നാട്ടിലുള്ളവരെ തന്നെ ഇവിടുത്തെ ഇട്ട് വട്ടം കറങ്ങണം. അപ്പോഴാണ് നമ്മുടെ കാര്യം. നിങ്ങളുടെ ആരെങ്കിലും വന്ന് കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് കയറിക്കോ. ഓക്കെ.